കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പൈനാപ്പിൾ വാങ്ങി. പൈനാപ്പിളിന് കിലോയ്ക്ക് 100 രൂപ. ഏകദേശം ഒരു പൈനാപ്പിൾ 1.5 കിലോ 1.25 കിലോ ഉണ്ട്. അപ്പോൾ പൈനാപ്പിൾ കഴിക്കണമെങ്കിൽ ഇപ്പോൾ വലിയ ചിലവാണ്. അപ്പോൾ കടക്കാരോട് ചോദിച്ചു, എന്താ ഇത്ര വില? കാരണം ഒരു മാസം മുമ്പ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയാണ്, ഒരു മാസം മുമ്പ് അത്രയും വിലയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ ചൂട് കൂടുതൽ കാരണം പൈനാപ്പിൾ അധികം വരുന്നില്ല. അപ്പോൾ പൈനാപ്പിൾ കൃഷിയും ചൂടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കടക്കാരനെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അടുത്ത വേറൊരു കടയിൽ, സ്ഥിരം പലചരക്കട വാങ്ങിക്കുന്ന കടയിൽ വന്നു. അവിടുന്ന് തേങ്ങ അന്വേഷിച്ചാൽ പറഞ്ഞു തേങ്ങ വന്നിട്ടില്ല. അതും കാരണം ചൂട് കൂടുതലാണ്, അതുകൊണ്ട് ഇപ്പോൾ തേങ്ങ വരവ് കുറവാണ്. കോഴിമുട്ടയുടെ വിലയും അതുപോലെ കൂടുതലാണെന്ന് പറഞ്ഞു, അതും ചൂട് കാരണം. അങ്ങനെ ചൂട് കാരണം ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ സാധാരണ മനുഷ്യർ നേരിടുന്നുണ്ട്. പക്ഷേ ദുബായ് സിംഗപ്പൂരൊക്കെ കറങ്ങുന്ന മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണ മനുഷ്യരെ പോലെ അല്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. പിന്നെ പത്രങ്ങളിൽ സ്ഥിരം വരാറുണ്ട്, ഇത് ഈ പറഞ്ഞ പൈനാപ്പിൾ കൃഷിക്കാരെയോ അല്ലെങ്കിൽ ഈ കോഴി വളർത്തുന്നവരെയോ മാത്രമല്ല, പശു വളർത്തുന്നവരെ ബാധിക്കുന്നുണ്ട്. പശുവിൻ്റെ പാല് കുറയുന്നു. അങ്ങനെ അതുപോലെ പ്ലാന്റേഷൻ മേഖലയെ ബാധിക്കുന്നു. തേയിലയുടെ ഉൽപ്പാദനം കുറയുന്നു, കാപ്പിയുടെ ഉൽപ്പാദനം കുറയുന്നു, കുരുമുളകിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അങ്ങനെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ ഈ ചൂട് കൂടുന്ന പരിപാടി. ഈ പിണറായി വിജയൻ്റെ തുടർഭരണം പോലെ ചൂടിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പൈനാപ്പിൾ കൃഷിക്കാരൊക്കെ മിക്കവാറും സ്ഥലമൊക്കെ വിറ്റ് ഇവിടുന്ന് നാട് വിടേണ്ട ഒരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തും. പണ്ടൊക്കെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ആണ് വല്ലപ്പോഴുമൊക്കെ ഈ കാലാവസ്ഥാ വകുപ്പ് നൽകിക്കൊണ്ടിരുന്നത്. അതായത് കടൽക്ഷോഭം ഉണ്ടാവും, അല്ലെ കടൽ വലിയ കാറ്റുണ്ടാവും, അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്ന സൂക്ഷിച്ചു വേണമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് അവർക്ക് മാത്രമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് നൽകുന്ന ഒരവസ്ഥ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കാലാവസ്ഥ മുന്നറിയിപ്പ് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു പോകണം, അല്ലെ സ്കൂളിന് അവധി കൊടുക്കണം, കോളേജിന് അവധി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ചൂട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ശാസ്ത്രജ്ഞർ അതിന് പല കാരണങ്ങൾ പറയും. എൽ നിനോ എന്ന് പറയുന്നൊരു പ്രതിഭാസം, ആഗോളതാപനമാണ് ഇതിൻ്റെ കാരണം. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല. ആഗോളതാപനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടലിൽ ചൂട് കൂടി, അതുപോലെ പ്രഷറിൻ്റെ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അതുപോലെ പൊല്യൂഷൻ കൂടി, അർബനൈസേഷൻ, അതായത് കൂടുതൽ ആളുകൾ നഗരത്തിൽ വന്ന് താമസിക്കുന്നതിനായ പ്രശ്നങ്ങൾ, കൂടുതൽ വാഹനങ്ങൾ ഓടുന്നത്, അങ്ങനെ കുറേയധികം കാരണങ്ങൾ ശാസ്ത്രജ്ഞർ എന്തുകൊണ്ടാണ് കേരളത്തിൽ ചൂട് കൂടുന്നത് പറയും. അതുപോലെ പാലക്കാട് ചൂട് കൂടുന്നത്, അവിടെ ചുരം വഴി തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂട് കാറ്റ് വരുന്നതുകൊണ്ടാണ് പാലക്കാട് ചൂട് കൂടുതൽ. അങ്ങനെ കാരണങ്ങൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഏകദേശം ഒരു 50 വർഷം മുമ്പ് താമസിച്ചിരുന്ന, 50 വയസ്സിന് മുകളിലുള്ളവർക്കറിയാം, 50 വർഷം മുമ്പ് അവർ താമസിച്ചിരുന്ന ചുറ്റുപാടിൽ ഇന്നത്തെ ഇത്രയും ചൂടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത്രയും ചൂടുണ്ടായതിനുള്ള അവർക്ക് ഓരോരോ കാരണങ്ങൾ അവരുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നേരത്തെ 2 മരമോ 3 മരം ഉണ്ടായിരുന്നു. അത് മുറിച്ചിട്ട് അവിടെ ഒരു കോൺക്രീറ്റ് വീട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ ചൂട് കൂടും. കാരണം ഈ കോൺക്രീറ്റ് ചൂടൊക്കെ അബ്സോർവ് ചെയ്ത് അതിങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു സാധനമായിട്ട് മാറുന്നു. അതുപോലെ ജനലും ഒന്നുമില്ലാത്ത നമ്മളിപ്പോൾ കുറേ മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒക്കെ കാണാൻ പറ്റും. അതിന് ജനലൊന്നുമില്ല, ഫുൾ AC ആണ്. അപ്പോൾ അങ്ങനത്തെ കോൺക്രീറ്റിൽ പണിതിരിക്കുന്ന മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചൂട് കൂടും. ടാർ റോഡുകളുടെ നീളവും വീതിയും ഒക്കെ കൂടുമ്പോഴത്തേനും ചൂട് കൂടും. കോൺക്രീറ്റോടെ ഉണ്ടായിരിക്കുന്ന ഫ്ലൈ ഓവറുകളും പാലങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും ചൂട് കൂടും. അതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ പണ്ട് മണൽ വിരിക്കുക അല്ലെങ്കിൽ പുല്ല് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ നമ്മൾ ടൈലൊക്കെ ഇട്ട് വെള്ളം നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോഴത്തേനും വീണ്ടും ചൂട് കൂടുന്നു. അപ്പോൾ ചൂട് കൂടുന്നതിന് നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ തന്നെ ആസൂത്രണത്തിൻ്റെ ഒരു വൈകല്യം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചൂട്, നമ്മുടെ ചുറ്റുപാട് ഉണ്ടാക്കിയ ചൂട് തീർച്ചയായിട്ടും ഉണ്ട്. അർബൻ ഹീറ്റ് ഐലൻഡ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസം നമ്മുടെ ഈ പട്ടണങ്ങളുടെ നഗരങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഗ്രാമങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കാരണം അവിടെയും ഈ ചൂട്, ഒരിടത്തുള്ള ചൂട് ബാക്കി സ്ഥലങ്ങളിലേക്കും ചൂട് അങ്ങോട്ട് പോകും. അങ്ങനെ ഈ ചൂട് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, കാരണം താങ്ങാൻ പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ എങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫീല്, ചൂടിൻ്റെ നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത, പുറത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്
കേരളം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തെങ്ങാനും ഇനി ചൂട് കുറയുമോ? എൽനിനോ എന്ന് പറയുന്ന ഇല്ലാത്തൊരു നാട്, അല്ലെങ്കിൽ അങ്ങില്ലാത്തൊരു അവസരം വരാമല്ലോ, അത് എപ്പോഴുള്ള ഒരു പ്രതിഭാസമല്ല. ചൂടിനി കുറയുമോ കേരളത്തിൽ? കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും ചൂട് കൂടി വരികയാണ്. അപ്പോൾ ചൂട് കുറയാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? AC വാങ്ങിച്ചു വെക്കാം. അപ്പോൾ AC കറണ്ട് വേണം. ഇപ്പോൾ കറണ്ട് എവിടെ നിന്ന് വരും? അതൊരു വലിയ പ്രശ്നമാണ്. ഇനി അല്ലാതെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി? ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേയധികം മാർഗങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പം AC വാങ്ങിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇവിടെ ചൂട് കൂടുമ്പോഴത്തേനും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തതുപോലെ കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിന് പോകാം. അതൊരു നല്ല മാർഗ്ഗമാണ്. പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർ ഡൽഹി ഭരിച്ചിരുന്ന സമയത്ത് അവർ ഡൽഹി ചൂട് കൂടുമ്പോഴത്തേനും അവർ സിംലയ്ക്ക് പോകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പ വഴികളാണ് തീർച്ചയായിട്ടും കേരളത്തിൽ വരുന്ന ആളുകളിൽ ഈ ചൂടിന് പ്രതിരോധിക്കാൻ വേണ്ടി വരാൻ പോകുന്നത്.